ഹായ് ഓൾ, എല്ലാവർക്കും LDC 100 ഡേയ്സ് ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ഭാഗമാണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനെ പറ്റിയിട്ടാണ്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ സമിതിയെ പറ്റി പഠിച്ചിരുന്നു അല്ലെ, കൗൺസിലിനെ പറ്റി പഠിച്ചിരുന്നു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ അതോറിറ്റി CCPയെ പറ്റി പഠിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്മീഷൻ ആണ്, അതും കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. കേട്ടോ, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിക്കേ. ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ, ഈ ജില്ലാ കമ്മീഷനെ നമുക്ക് എങ്ങനെയും പറയാം, ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷൻ എന്നും പറയാം. അവിടെ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരമല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? സോ ഈ ഒരു ഏരിയ ശ്രദ്ധിച്ച് പഠിക്കുക, എത്ര ദിവസത്തിനുള്ളിലാണെന്ന് കണ്ടുപിടിക്കണം. ഇനി അടുത്ത ചോദ്യം എന്താണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകൾ. കണ്ടോ, അപ്പൊ ഫീസ് നിരക്കുകൾ നമുക്ക് പഠിക്കണം. ഓരോരോ ദിവസത്തിനുള്ള ലിമിറ്റ്, അതായത് അപ്പീലിന് പോകേണ്ട എത്ര സമയത്തിനുള്ളിലാണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും നമുക്ക് ആർക്കാണെന്നുള്ളത് പഠിക്കണം. അപ്പൊ അപ്പീൽ ശ്രദ്ധിച്ച് പഠിക്കുക, അതുപോലെ തന്നെ ഫീസ് ലിമിറ്റും ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ എന്താണ് ഉത്തരം, ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കാൻ പറയുന്നു. 2 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. അപ്പൊ ഓരോ കമ്മീഷനിലും എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ തന്നെ അവരുടെ അധികാര പരിധി എത്ര എന്താണ് എമൗണ്ടിനുള്ളിലാണ് വരുന്നതെന്ന് കൂടി ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയോളം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ഇത് അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് വന്ന ചോദ്യമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് അപ്ഡേഷൻ ഉണ്ട്, അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിച്ചാലോ. അപ്പൊ ഇവിടെ നമ്മൾ കമ്മീഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അല്ലെ. കമ്മീഷൻ നമുക്ക് എന്തെന്നും പറയാം, ഉപഭോക്തൃ കോടതികൾ എന്നും പറയാം. കേട്ടോ, ഉപഭോക്തൃ കോടതികൾ എന്നും പറയാം. അതായത് 1986 നമ്മൾ ആദ്യത്തെ നിയമം ഉണ്ടായിരുന്നല്ലോ, അത് പ്രകാരം തന്നെ ഉപഭോക്താവിന് എന്താണ് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെട്ട സംവിധാനത്തിനെയാണ് നമ്മൾ ഉപഭോക്തൃ കോടതികൾ എന്ന് പൊതുവെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഉപഭോക്തൃ കോടതികൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ തർക്കങ്ങളിൽ ഇടപെട്ട് എന്ത് ചെയ്യണം, നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തത്, ഉപഭോക്തൃ കോടതികൾ കൊണ്ടുവന്നത്. അപ്പൊ ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുമ്പോൾ 3 തലങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, 3 ലെവൽസിലായിട്ടാണ് ഉപഭോക്തൃ കോടതികൾ വന്നിട്ടുള്ളത്. അതിലെ എന്താണ് ജില്ലാ തലത്തിലുള്ളതിനെയാണ് നമ്മൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതിനെ ഷോർട്ടാക്കിക്കും ജില്ലാ കമ്മീഷൻ എന്ന് വിളിക്കും. ഇനി സംസ്ഥാന തലത്തിലുള്ളതിനെയാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത്, അതിനെ ഷോർട്ടാക്കി സംസ്ഥാന കമ്മീഷൻ എന്നായിരിക്കും വിളിക്കുന്നത്. പിന്നെന്താണ്, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്, അതിനെ നമ്മൾ ദേശീയ കമ്മീഷൻ എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 3 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ജില്ലാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ജില്ലാ കമ്മീഷൻ രൂപീകരിക്കേണ്ടത്? അത് സംസ്ഥാന സർക്കാരാണ് എന്ത് ചെയ്യേണ്ടത്, വിജ്ഞാപനത്തിലൂടെ ജില്ലാ കമ്മീഷൻ ഓരോ ജില്ലകളിലും ഈ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കേണ്ടത്. അവിടെ ഒരു പ്രസിഡന്റും ഉണ്ടാകണം, 2ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകണം. അത് ഓർത്തു വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡന്റും ഉണ്ടാകണം, 2ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകണം. പ്രസിഡന്റ് ആരായിരിക്കും? ഒന്നെങ്കിൽ നിലവിലെയോ അല്ലെങ്കിൽ മുൻ ജില്ലാ ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. ഓക്കെ, മുൻ ജില്ലാ ജഡ്ജിയോ അല്ലെങ്കിൽ നിലവിലെ ജില്ലാ ജഡ്ജിയോ ആയിരിക്കും ജില്ലാ കമ്മീഷന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കണം? സ്ത്രീ ആയിരിക്കണം. അംഗങ്ങൾക്ക് 35 വയസ്സിൽ താഴെയാകാൻ പാടില്ല. ഓക്കെ, ഇനി ഇവരെ നിയമിക്കുന്നതൊക്കെ ആരാണ്? സംസ്ഥാന സർക്കാരായിരിക്കും നിയമിക്കുന്നത്. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, ഇത് റൂൾസിനകത്ത് വരുന്നതാണ്. ഓക്കെ, ആക്ട്
പ്ലസ് റൂൾസ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ കാലാവധി എന്ന് പറയുമ്പോൾ 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഇതിൽ ഏതാണോ ആദ്യം അതായിരിക്കും അവരുടെ കാലാവധി. ഇവർക്ക് എന്തുണ്ട്? പുനർനിയമനത്തിന് അർഹതയുണ്ട്. മാത്രമല്ല അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കഴിവും സത്യസന്ധതയും സാമ്പത്തിക ശാസ്ത്രം, നിയമം, വാണിജ്യം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അറിവും പരിചയമുള്ള വ്യക്തികളായിരിക്കും അംഗങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇവരുടെ അധികാര പരിധിയാണ്. മുമ്പ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചിലപ്പോൾ ബുക്സിലൊക്കെ 1 കോടി എന്നൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിനകത്ത് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജില്ലാ കമ്മീഷന്റെ, ഒരു ജില്ലാ തർക്കപരിഹാര കമ്മീഷന്റെ അധികാരം 50 ലക്ഷം രൂപയാണ്. ഏതൊരു സാധനമായിക്കോട്ടെ, ഏതൊരു സേവനമായിക്കോട്ടെ, അതിന്റെ മൂല്യം 50 ലക്ഷം വരെ ആണെങ്കിൽ, 50 ലക്ഷത്തിന് താഴെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി കൊടുക്കാൻ പോകേണ്ടത് എവിടെയായിരിക്കണം? അത് ജില്ലാ കമ്മീഷനിലായിരിക്കണം. മനസ്സിലായോ? 50 ലക്ഷം രൂപ വരെ ധനപരമായ അധികാര പരിധി എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ വരെയാണെന്ന് ഓർത്തു വെച്ചിരിക്കാം. മനസ്സിലായോ? അപ്പൊ ജില്ലാ കമ്മീഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കി വെച്ചിരിക്കാം. ഇനി സംസ്ഥാന കമ്മീഷനിലേക്ക് വരുമ്പം അത് സംസ്ഥാന തലത്തിലുള്ളതാണ്. ഇതാണ് നമ്പർ, കണ്ടോ? പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങൾ. ജില്ലയാണെങ്കിൽ 2ൽ കുറയാത്തത് മതിയായിരുന്നു. എന്നാൽ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ 4ൽ കുറയാത്ത അംഗങ്ങളാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ നിലവിലെ ഹൈക്കോടതി ജഡ്ജിയോ ആയിരിക്കണം. എന്നാൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഈ പ്രസിഡന്റിനെ നിയമിക്കുന്നത്. ഈ അംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കും? വനിതയായിരിക്കും. അംഗങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇവരെല്ലാം നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇനി പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷം അല്ലെങ്കിൽ 7 വയസ്സും, അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ 65 വയസ്സുമാണ്. ഇവർക്കും റീ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി അംഗങ്ങളുടെ യോഗ്യത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു യോഗ്യത തന്നെയാണ് വരുന്നത്. ഇനി ധനപരമായ അധികാര പരിധിയാണ് ഇവിടെ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. 50 ലക്ഷത്തിനും 2 കോടിയും ഇടയിലുള്ള, ഓക്കെ, ജില്ലാ കമ്മീഷൻ ആണെങ്കിൽ 50 ലക്ഷം വരെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ സംസ്ഥാന കമ്മീഷൻ എന്ന് പറയുമ്പോൾ 50 ലക്ഷം ടു 2 കോടി, ഓക്കെ, 2 കോടി ഇതിനിടയ്ക്കുള്ള എന്താണ് മൂല്യമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്നത് ആരായിരിക്കും? സംസ്ഥാന കമ്മീഷൻ ആയിരിക്കും. ഇനി ജില്ലാ കമ്മീഷനിലേക്കും സംസ്ഥാന കമ്മീഷനിലേക്കും പ്രസിഡന്റിനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരിക്കും. അതായിരിക്കും ആ സെലക്ഷൻ കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ. അതുപോലെ സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് സെക്രട്ടറി ഉണ്ടായിരിക്കും. അതുപോലെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ഒരു നോമിനിയും ഉണ്ടായിരിക്കും. ഇവര് ചേർന്നിട്ടാണ് ജില്ലാ കമ്മീഷനിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന കമ്മീഷനിലേക്കും വേണ്ടുന്ന ചെയർപേഴ്സണെയും അതുപോലെ പ്രസിഡന്റിനെയും അതുപോലെ മറ്റ് അംഗങ്ങളെയും സെലക്ട് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഇവരുടെ പ്രൊസീജിയർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് പറയുന്നത്. ദ പ്രസിഡന്റ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് ദ ഡിസ്ട്രിക്ട് കമ്മീഷൻ ഷോൾ ബി അപ്പോയിന്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ആരുടെ റെക്കമെൻഡേഷൻ? ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അത് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, അതാണ് ഓർത്ത് വെച്ചിരിക്കുക. ഇനി Secretary in charge of the consumer affairs of the state government shall be the convener of the selection committee. അപ്പൊ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഏതെങ്കിലും ഒരു ജഡ്ജി ആണെന്ന് നമ്മൾ പറയും. എന്നാൽ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയിലെ കൺവീനർ ആരെന്ന് ചോദിച്ചാൽ അത് ആരാ നമ്മൾ പറയേണ്ടത്? സെക്രട്ടറി ആണ് അല്ലെ? സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് സെക്രട്ടറി ആണ് കൺവീനർ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ പ്ലേ ബാക്ക് സ്പീഡ് ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ചിട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി സംസ്ഥാന കമ്മീഷനിലെയും ജില്ലാ കമ്മീഷനിലെയും പ്രസിഡന്റും മറ്റ് അംഗങ്ങളും രാജിക്കത്ത് കൊടുക്കേണ്ടത് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരല്ലേ? അപ്പൊ സംസ്ഥാന സർക്കാരിന് തന്നെയാണ് അവർ രാജിക്കത്ത് കൊടുക്കേണ്ടതെന്ന് കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ദേശീയ കമ്മീഷനെ പറ്റിയിട്ടാണ്. ദേശീയ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ളതാണ് അല്ലെ? ദേശീയ തലത്തിലുള്ളതാണ്. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും കൂടെ ചേരുന്നതാണ് ദേശീയ കമ്മീഷൻ. പ്രസിഡന്റിന്റെ യോഗ്യത എന്താണ്? സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. പ്രസിഡന്റിന്റെ യോഗ്യത എന്ന് പറഞ്ഞേ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ച ശേഷമായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഈ പ്രസിഡന്റിനെ നിയമിക്കേണ്ടത്. അംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കണം? സ്ത്രീ ആയിരിക്കണം. ഇനി പ്രസിഡന്റിന്റെ കാലാവധിയും അംഗങ്ങളുടെ കാലാവധിയും നോക്കിക്കേ, 5 വർഷം തന്നെയാണ്. എന്നാൽ പ്രസിഡന്റിന്റെ കാലാവധി 70 വയസ്സ് വരെ പോകാം.
എന്നാൽ അംഗ കാലാവധി 67 വയസ്സ് വരെയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അവരുടെ ധനപരമായ അധികാര പരിധിയാണ്. 2 കോടിക്ക് മുകളിലാണ് അവരുടെ അധികാര പരിധി വരുന്നത്. ഇനി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു? ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മാത്രമാണ് ഇവരെ നിയമിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമകാര്യ വകുപ്പ് സെക്രട്ടറി ഉണ്ടായിരിക്കും. പിന്നെ ആരാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിന്റെ സെക്രട്ടറി. ഇവര് 3 പേരും കൂടെ ചേർന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ദേശീയ കമ്മീഷനിലേക്ക് വേണ്ടുന്ന ചെയർപേഴ്സണെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത്. ഇനി പരാതിയിൽ പരാമർശിക്കുന്ന സംഭവമായി 2 വർഷത്തിനുള്ളിൽ പരാതി കമ്മീഷനിൽ സമർപ്പിക്കാത്ത പക്ഷം കമ്മീഷനുകൾ അത്തരം പരാതികൾ സ്വീകരിക്കുന്നതല്ല. ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു, അത് ഉണ്ടായി കഴിഞ്ഞ് വിത്തിൻ 2 years എന്ത് ചെയ്തിരിക്കണം? പരാതി കൊടുത്തിരിക്കണം. ഈ 2 വർഷം അതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കാൻ ചെന്നാൽ അവരെന്ത് ചെയ്യത്തില്ല? പരാതികൾ സ്വീകരിക്കത്തില്ല. ഇനി പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, സാധനങ്ങൾക്ക് കേടുപാടുകൾ വരികയോ പോരായ്മകൾ സംഭവിക്കുകയോ ചെയ്യുക, സേവനങ്ങൾക്ക് പോരായ്മകൾ സംഭവിക്കുക, നിയമപരമായ വിലയേക്കാൾ കൂടുതൽ വില ചുമത്തുക, മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക, ജീവന് ഹാനികരമായ സാധനങ്ങൾ വിൽക്കുക, ന്യായമല്ലാത്തതും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം എന്ത് ചെയ്യുക? നഷ്ടം സംഭവിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാവുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്താണ്? പരാതി നൽകാവുന്ന സന്ദർഭങ്ങളാണ്. ഇനി പരാതിയുടെ ഈ ഫയലിംഗ് എങ്ങനെയാണ്? ഉപഭോക്താവിന്റെ താമസ സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അധികാര പരിധിയിൽ ഫോറം എന്ത് ചെയ്യാം? പരാതി നൽകാം. എന്നാൽ പണ്ടത്തെ നിയമത്തിലായിരുന്നെങ്കിൽ എവിടെ നിന്നാണോ സാധനം വാങ്ങിയത് അവിടെ മാത്രമേ ഫയൽ ചെയ്യാൻ, പരാതി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. പക്ഷെ ഉപഭോക്താവ്, ഇപ്പൊ നമ്മൾ ആരാണോ വാങ്ങിച്ചത് അവരുടെ സ്ഥലത്ത്, താമസ സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ എന്ത് ചെയ്യാം? ഈ ഒരു പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വന്തം സ്ഥലത്ത് നിന്ന് അതിനെതിരെ പരാതിപ്പെടാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഓൺലൈനായിട്ട് പരാതി നൽകാനും വീഡിയോ കോൺഫറൻസിലൂടെ കക്ഷികളെ കേൾക്കാനും പരിശോധിക്കാനുമുള്ള വ്യവസ്ഥകളും ഇത് ഏർപ്പെടുത്തുന്നുണ്ട്. കമ്മീഷനുകളുടെ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ എന്താണ് ശിക്ഷ? ഈ ഏതെങ്കിലും ഒരു കമ്മീഷൻ ഒരു ഉത്തരവ് കൊണ്ടുവന്ന് ഇത്ര രൂപ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ട് അത് പാലിക്കാത്തത് അവരുണ്ടെങ്കിൽ 1 മാസം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാം. അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. അതായത് ജില്ലാ കമ്മീഷന്റെയോ സംസ്ഥാന കമ്മീഷന്റെയോ ദേശീയ കമ്മീഷന്റെയോ ഉത്തരവുകൾ പാലിക്കാത്ത ആൾക്കാർക്ക് 1 മാസം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷയോ 25,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ ലഭിക്കാം. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട എന്താണ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സാധനങ്ങൾക്ക് ഒന്നിനെ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട പരാതിയാണെങ്കിൽ 200 രൂപ അടയ്ക്കണം. 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 400 രൂപ അടയ്ക്കണം. 20 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 1000 രൂപ അടയ്ക്കണം. ഓക്കെ, ബാക്കി കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി അപ്പീല് പോകേണ്ടത് എവിടുന്ന് എങ്ങോട്ടാണ്, എത്ര സമയത്തിനുള്ളിലുള്ളതാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നോക്കിക്കേ, ജില്ലാ കമ്മീഷനിൽ നിന്ന്, ഓക്കെ, ജില്ലാ കമ്മീഷൻ എന്താ ചെയ്തു? നമ്മൾ ഒരു ജില്ലാ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തു. ഓക്കെ, പരാതി കൊടുത്ത് അവര് ഒരു വിധി കൊണ്ടുവന്നു. വിധി കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് ആ വിധിയിലോട് യോജിപ്പില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് ജില്ലാ കമ്മീഷന്റെ വിധിക്കെതിരായിട്ട് അപ്പീൽ പോകേണ്ടത് നേരെ എങ്ങോട്ടേക്കാണ്? സംസ്ഥാന കമ്മീഷനിലേക്കാണ്. സംസ്ഥാന കമ്മീഷൻ എത്ര സമയത്തിനുള്ളിലാണ് പോകേണ്ടത്? 45 ഡേയ്സ്. ആ വിധി വന്ന്, ജില്ലാ കമ്മീഷന്റെ വിധി വന്ന് 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? സംസ്ഥാന കമ്മീഷനിൽ കൊണ്ടുവന്ന് അപ്പീൽ സമർപ്പിച്ചിരിക്കണം. ഇനി സംസ്ഥാന കമ്മീഷന്റെ വിധിക്കെതിരായിട്ട് അപ്പീലിന് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ പോകേണ്ടത് ദേശീയ കമ്മീഷനിലേക്കാണ്. അത് വിത്തിൻ 30 ഡേയ്സ് ആണ്, 30 ദിവസത്തിലാണ് അവിടെ പോകേണ്ടത്. ഇനി ദേശീയ കമ്മീഷന്റെ ആയിട്ട് നമ്മൾ എന്താണ് പോകേണ്ടത്? ഇങ്ങോട്ടേക്കാണ്? സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതിയിലേക്കാണ് ദേശീയ കമ്മീഷന്റെ വിധിക്കെതിരായിട്ട് അപ്പീൽ പോകേണ്ടത്. അതും 30 ദിവസത്തിനുള്ളിലാണ്. എന്നാൽ CCPക്കെതിരായിട്ട് നമ്മൾ അപ്പീൽ പോകേണ്ടത് ദേശീയ കമ്മീഷനിലേക്കാണ്. ദേശീയ കമ്മീഷൻ പോകേണ്ടതും വിത്തിൻ 30 ഡേയ്സ് ആണ്. അപ്പൊ ദേശീയ കമ്മീഷനിൽ നിന്നും അപ്പീൽ പോകേണ്ടത് നേരെ സുപ്രീം കോടതിയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ അധികാരി? ആരാണ്? സുപ്രീം കോടതിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് 40 ദിവസം വരുന്നത് ജില്ലാ കമ്മീഷനിൽ നിന്നും സംസ്ഥാന കമ്മീഷനിലേക്ക് പോകാനാണെന്നാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക്
എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷന് നൽകിയ പരാതിയുടെ വിധി തൃപ്തികരമല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ, അപ്പൊ എത്ര ദിവസത്തിനുള്ളിലാണ്? 45 ദിവസമാണ്. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? ജില്ലയിൽ നിന്നും സംസ്ഥാനത്തേക്ക് പോകാൻ 45 ദിവസമാണ്. ബാക്കിയെല്ലാം എത്രയാണ്? 30 ദിവസമാണ്. ഇനി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, 5 ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല, അത് കറക്റ്റ് ആണ് അല്ലെ. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 200 രൂപയാണ്. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ എത്രയാണ്? 400 രൂപയാണ് അല്ലെ. എന്നാൽ 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 2000 രൂപയാണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഒന്ന് നോക്കിക്കേ, 2000 രൂപയാണോ പഠിച്ചത്? അല്ല. 2000 രൂപയാണോ? അല്ല, അത് 1000 രൂപയാണ്. അതോ ഇവിടുത്തെ ആ ഒരു വാല്യൂസും കൂടി എന്ത് ചെയ്തിരിക്കുക? പഠിച്ചു വെച്ചിരിക്കുകയുണ്ടോ? അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പൊ ആ ചോദ്യങ്ങളുടെ ലെവൽ മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നതും കണ്ടല്ലോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം ആർക്കെന്നാണ്? അവസാന അപ്പീൽ അധികാരം സുപ്രീം കോടതിക്കാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി അടുത്ത എന്തായിരുന്നു? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4 കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. അത് കറക്റ്റ് അല്ലേ? 4 കൂടാത്ത അംഗങ്ങളല്ലേ? അത് ഓക്കെയാണ്. എങ്കിൽ രണ്ടാമത്തത്, ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാരപരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വിലയുണ്ടായിരിക്കണം. ഇവിടെ 10 കോടിയാണ്. അന്നത്തെ ആൻസർ 10 കോടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു? പ്രസ്താവനകൾ രണ്ടും ശരിയാണെന്നായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ശരിയാക്കണമെങ്കിൽ ഇവിടെ 2 കോടി മാറ്റണം അല്ലെ. 10 കോടിക്ക് പകരം 2 കോടി ആക്കുകയാണെങ്കിൽ നമുക്ക് പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. അല്ലാത്ത പക്ഷം ഇനി ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രസ്താവന 2 1 മാത്രം ശരിയാണെന്ന് നമുക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ബാക്കിയുള്ള ഏരിയാസ് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്